ഒട്ടേറെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് സൈനസൈറ്റിസ്. നമ്മുടെ മൂക്കിന് ചുറ്റും ഉള്ള അസ്ഥികളിൽ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന വായു നിറഞ്ഞ അറകളാണ് സൈനസ് എന്ന് പറയുന്നത്. സൈനസിൻ്റെ ഉള്ളിലുള്ള ഭിത്തികളിൽ നിന്നും നിരന്തരം കഫം ഉൽപ്പാദിപ്പിക്കുകയും അത് പിന്നീട് സൈനസിലെ ഒരു ദ്വാരത്തിലൂടെ മൂക്കിലേക്ക് വരികയും ചെയ്യുന്നു. ഇത് നിരന്തരം നടക്കുന്നൊരു പ്രക്രിയയാണ്. ഇതിലേതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ആ ദ്വാരത്തിന് അടവ് വരുമ്പോൾ സൈനസുകളുടെ ഉള്ളിൽ കഫം കെട്ടിക്കിടക്കുകയും അത് പിന്നീട് പഴുക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതായിട്ടുള്ള തലവേദന ഉണ്ടാവാം, തലയ്ക്കൊരു ഭാരം എപ്പോഴും ഉണ്ടാവാം. പ്രധാനമായിട്ടും ഫ്രണ്ടൽ സൈനസൈറ്റിസ് ഒക്കെ വരുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഫേസിൽ നല്ല പെയിൻ ഉണ്ടാവും. ചില സൈനസുകളിലേക്ക് വരുമ്പോൾ തലയുടെ നെറുകിലും പെയിന് അനുഭവപ്പെടാറുണ്ട്. മറ്റൊന്ന് മൂക്കടപ്പ് ഉണ്ടാവാറുണ്ട്. മൂക്ക് ഏതെങ്കിലും ഒരു മൂക്ക് മാറി മാറി അടയുന്നൊരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ പോസ്റ്റ് നേസൽ ഡ്രിപ്പ്, വായിലോട്ട് കഫം വരുന്ന ഒരവസ്ഥ, അതിനാണ് പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് നിരന്തരം അലർജി ഉള്ള പൊടികളോടും മറ്റു പ്രശ്നങ്ങളോടും നിരന്തരം അലർജി ഉള്ള ആളുകൾക്ക് സൈനസൈറ്റിസ് ഉണ്ടാവാം. മൂക്കിൻ്റെ പാലത്തിന് വളവ്, അതായത് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ഉള്ള ആളുകൾക്ക് സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മൂക്കിൽ ദശയുള്ള ആളുകളിലും നെയ്സൽ പോളിപ്പുള്ള അവസ്ഥകളിൽ സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആയുർവേദത്തിൽ നല്ല രീതിയിലുള്ള ചികിത്സകൾ സൈനസൈറ്റിസിനുണ്ട്. പലതരം കഷായങ്ങൾ, അതായത് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് എപ്പോഴും ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുക. തലയിൽ തേക്കുന്ന എണ്ണയിൽ വരെ പലതരത്തിലുള്ള എണ്ണകൾ നമ്മൾ ആയുർവേദത്തിലുണ്ട്. അതായത് സാധാരണ നമുക്ക് സൈനസൈറ്റിസ് പോലുള്ള അസുഖമുള്ളവർക്ക് എണ്ണ തലയിലേക്ക് നിർദ്ദേശിക്കാറില്ലെങ്കിലും ചില എണ്ണകൾ, ചില ഹെർബൽ മെഡിസിൻസ് ചേർത്തിട്ടുള്ള എണ്ണകൾ അവർക്ക് നീരിറക്കം കുറയ്ക്കാൻ സഹായിക്കുകയും സൈനസൈറ്റിസ് കുറയ്ക്കാൻ സഹായിക്കുന്ന എണ്ണകൾ അവൈലബിൾ ആണ്. തുളസി പോലെയുള്ള ഔഷധങ്ങളുടെ നീര് കൊണ്ട് നസ്യം ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള കണ്ടീഷനിലൊക്കെ കഫം പുറത്തേക്ക് കളയാനൊക്കെ നല്ലതാണ്. അണുതൈലം എന്ന് പറയുന്ന മരുന്നുകൊണ്ട് ദിവസേന മൂക്കിൽ നസ്യം ചെയ്യുന്നതും ഇതുപോലെയുള്ള അവസ്ഥകളുള്ളവർക്ക് അത് പിന്നീട് കുറയ്ക്കാനും പിന്നീട് വരാതിരിക്കാനും സഹായിക്കും. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അത് സൈനസൈറ്റിസ് ആണോ മൈഗ്രെയിൻ ആണോ എന്നൊക്കെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യണം. ഓരോ അവസ്ഥയ്ക്കനുസരിച്ചും ഓരോരുത്തരുടെ ചികിത്സയിലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ധൂമപാനം എന്ന് പറയുന്ന ചികിത്സ, ചില മരുന്നുകളൊക്കെ ഇട്ട് പുകച്ച് അത് മൂക്കിലേക്ക് എടുക്കുമ്പോൾ കഫം പുറത്തോട്ട് വരാൻ, അതുപോലെ തന്നെ നല്ലൊരു ശോധന, സൈനസിലേക്ക് ശോധന നൽകാനും സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും സൈനസൈറ്റിസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.